പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ അമ്മയുടെയും മക്കളുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റ 4 പേരിൽ 3 പേരെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എൽസി, മാർട്ടിൻ, മക്കളായ ആൽഫിൻ, എമി എന്നിവരാണ് എറണാകുളത്ത് ചികിത്സയിലുള്ളത്. അമ്മയ്ക്കും കുട്ടികൾക്കും 60 വീട്ടുമുറ്റത്ത് വെച്ച് അപകടമുണ്ടായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ മെഡിക്കൽ സെന്ററിലെ ബേൺ യൂണിറ്റിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഗുഡ് മോർണിംഗ്. ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പരിക്കേറ്റ എൽസി, മാർട്ടിൻ, മക്കളായ അലീന, ആൽഫിൻ, എൻമി എന്നിവരെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ബേൺ ICUവിലാണ് അവരിപ്പോൾ ഉള്ളത്. ഈ അമ്മയുടെ നിലയ്ക്കപ്പുറത്ത് ഈ കുട്ടികളുടെ പൊള്ളലാണ് കുറച്ചുകൂടി ഗുരുതര സ്വഭാവമുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പലയിടങ്ങളിലെ ഈ പൊള്ളലേറ്റിട്ടുണ്ട്. അതെങ്ങനെ റിക്കവർ ചെയ്യാം എന്നൊരു ആലോചന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രത്യേക അവിടെ പരിശോധന അടക്കം ഈ ആശുപത്രിയിൽ പരിശോധന അടക്കം നടത്തും. ഈ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ആശുപത്രി അധികൃതർ വെക്കുന്നത്. ഈ അപകടത്തിന് കാരണമായത് എന്ത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ വീടിന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ സ്റ്റാർട്ടാക്കിയ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി തീ ഉയരുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ കെട്ടുകേൾവിയില്ലാത്ത ഇത്തരത്തിൽ ഈ തീ ഉയർന്നു അല്ലെങ്കിൽ വാഹനം നിന്ന് കത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്ന ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടിയ ഒരു സംഭവം ഇത് ആദ്യമായാണ് കേൾക്കുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആ 4 പേരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അതിൽ ഏറ്റവും കുറവ് പരിക്കുള്ളത് ഇന്നലെ ഏറ്റവും വൈകി എത്തിച്ച എൻമി എന്ന് പറയുന്ന കുട്ടിക്കാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആശുപത്രി അധികൃതർ കഴിവിൻ്റെ പരമാവധി എല്ലാം ശ്രമിക്കുന്നുണ്ട് അവരുടെ പരിക്ക് ഭേദമാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ.